പാദത്തിനടിയിൽ കലശലായ ചൊറിച്ചിൽ ഡോക്ടറെ, രാത്രി കാലങ്ങളായാൽ പാദത്തിനടിയിൽ ചൊറിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചിരുന്നു. ഇതിനുള്ള കാരണങ്ങൾ ഇത് രക്തദൂഷ്യമായിരിക്കാം. രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണിത്. ഒപ്പം തന്നെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഇത് ശമിക്കുന്നതിനായിട്ട് ഒരു താൽക്കാലിക പൊടിക്കൈ ഇവിടെ പറയാം. പക്ഷേ ഇത് പരിശ്രമിച്ചിട്ട് ഇതിന് ഫലം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം കൃത്യമായിട്ടുള്ള ഭക്ഷണരീതിയും ജീവിത രീതിയും നിശ്ചയിക്കും. ഒപ്പം തന്നെ ഉള്ളിലേക്ക് ഔഷധങ്ങളും കഴിക്കേണ്ടി വരും. ഓക്കെ, ഈ പാദത്തിനടിയിൽ കലശലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുളിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കണം. വാളൻപുളിയുടെ ഇലയില്ലേ, ഈ പുളിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ഓക്കെ, എന്നിട്ട് അത് സഹിക്കാവുന്ന ചൂടിൽ ആ വെള്ളം എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ പാദത്തിൽ ബൃഹത് പിണ്ടതൈലം പാദത്തിന്റെ അടിയിലും പുറമേയും നല്ലപോലെ പുരട്ടിയതിനു ശേഷം ഈ പുളിയില ഇട്ട് വെന്ത വെള്ളത്തിൽ പാദം മുക്കി വെക്കുക. കാല് മുഴുവനായിട്ട് മുക്കി വെക്കുക. പാദം പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ സഹിക്കാവുന്ന ചൂടിൽ ആ വെള്ളം ഒഴിച്ച് ഒരു ബേസിനിൽ ഒഴിക്കുക. പാദങ്ങളിൽ ഈ ബൃഹത് പിണ്ടതൈലം നന്നായിട്ട് പുരട്ടുക. എന്നിട്ട് ആ ബേസിനിലുള്ള ഇളം ചൂടുവെള്ളത്തിൽ പുളിയിലിട്ട് വെന്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കുക ഒരു 15 മിനിറ്റ് നേരം. ഇത് രാവിലെയും വൈകിട്ടും പതിവായിട്ട് ചെയ്താൽ ഈ ചൊറിച്ചിലിന് ഒരു ശമനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന ഓരോ രോഗലക്ഷണങ്ങളാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൊടിക്കൈകളിൽ മാത്രം ഉറച്ചു നിൽക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ വിദ്യ പരീക്ഷിച്ച് നോക്കാം. ആശ്വാസമില്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം ചികിത്സ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം. ഇവിടെയും കൊടുത്തിട്ടുള്ള വീഡിയോന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കയറി കാണാവുന്നതാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.